അച്ചു, അച്ചു മോളെ, നീ എവിടെയാ? ഈ കുട്ടി, ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ കള്ളിപ്പെണ്ണെ? അമ്മേ, ഞാനിവിടെ കളിക്കായിരുന്നു. എന്നാ അമ്മേ? കളിയൊക്കെ മതിയാക്കിട്ട് അകത്ത് കേറാൻ നോക്ക്. നല്ല തീർത്ത് പഠിക്കണ്ടേ കൊച്ചിന്? ഇപ്പഴും കളിച്ചോണ്ടിരുന്നാ മതിയോ? അച്ചുട്ടി വലിയ കുട്ടിയായില്ലേ, 5 വയസ്സായി. തനിയെ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ചുട്ടി വന്ന് കളിക്കുന്നേ. അമ്മി മോൾ ഇവിടെ നിന്ന് വർത്താനം പറയാണോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ആജുവാവേ, വെയിലത്തൊന്ന് കറക്കൂട്ടോ, അകത്ത് വരൂ. ഞാൻ ഇവളെ അന്വേഷിച്ച് വന്നതല്ലേ അമ്മേ. ഇവൾക്ക് താരാവിന്റെ ഒപ്പം കളിച്ചൂടെ? അവനെ കൂട്ടാതെ തനിച്ച് കളിക്കാ. ഏട്ടന് എന്റെ ഒപ്പം കളിക്കുന്നത് ഇഷ്ടല്ല അമ്മമ്മേ. ഏട്ടന് എന്നെ കൂട്ടാത്തത്. ധാരവങ്ങ് വരട്ടെ, അമ്മമ്മ ചോദിക്കാട്ടോ. എന്റെ കുട്ടീനെ കൂട്ടാതെ അവൻ എവിടെ പോയി കളിക്കുന്നേ? ധാരവേട്ടന് അച്ചുട്ടിന് ഇഷ്ടല്ല അമ്മമ്മേ. അതുകൊണ്ടാണോ എന്നെ കളിക്കാൻ കൂട്ടാത്തെ? ആജു, എന്തായി പറയുന്നേ? അങ്ങനെയൊന്നുമില്ല അമ്മ, അവൾ വെറുതെ പറയാ. ആജുമോള് പറഞ്ഞതിന് എന്താ തെറ്റ്? അവന്റെ സ്വഭാവം കൊണ്ടല്ലേ ആ കൊച്ചങ്ങനെ പറയുന്നേ. അവന്റെ ഒരു കാട്ടിക്കൂട്ടൽ കണ്ട എനിക്കിത് ദേഷ്യം വരും. പിന്നെ ചെറുതല്ലേന്ന് വിചാരിച്ച. അച്ചു പറയണ കേട്ടിട്ട് അങ്ങനെയൊന്നും പറയില്ലേട്ടാ. താരവൻ പാവ. അവൻ പാവാന്ന് നീ മാത്രമേ പറയുള്ളൂ. അവനവന്റെ അമ്മയുടെ സ്വഭാവ ആരെയും വില വെക്കത്തില്ല. കാർത്തിക്, സുജിമോൾ എങ്ങനെയാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. അവൾ എങ്ങനെയാവാൻ കാരണം നമ്മൾ തന്നെയാ. അതുകൊണ്ട് ആവശ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നീ. മോളെ അജു, വാ മോളെ, അമ്മമ്മയുടെ കൂടെ ഭാഗത്തേക്ക് പോവാ. അമ്മയ്ക്ക് ഇപ്പോഴും അവളെ ഇമ്പോർട്ടന്റ്. അമ്മ പറഞ്ഞതിനും കാര്യമില്ലേട്ടാ. എല്ലാത്തിനും ഞാനല്ലേ കാരണം. ഏട്ടത്തെ എന്നെ വെറുക്കുന്നതിനും. എന്തിനാ എന്റെ കുട്ടി നീ കരയുന്നത്? പഴയ പഴംപുരാണ് നീ വിളമ്പാൻ നിൽക്കണ്ട. നീ എന്തായാലും നാളത്തെ കാര്യം മറക്കരുത്. നാളെ നിനക്ക് ഇന്റർവ്യൂവിലെ കാര്യം അറിയാലോ. ഞാൻ എന്റെ കൂട്ടുകാരെ രവിയോട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. റൂമിലേക്ക് വന്നോ? അനിയത്തിനെ താരാട്ടുപാടി ഉറക്കിയിട്ടാണോ വന്നത്? ഈ സീരിയലും സിനിമയിലും നാത്തുമാരുടെ പോര് പോലെയാണല്ലോ നീ എന്റെ പെങ്ങളോട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ അത് പഴയതാ. അത് മറന്ന് പുതിയൊരു ജീവിതം ജീവിച്ചൂടെ? എനിക്ക് അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ മരിക്കാൻ കാരണം അവളല്ലേ. എന്നിട്ടും അവളെ ക്ഷമിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ കല്യാണത്തിന്റെ അന്ന്. അതും എന്റെ അനിയനെ മണ്ഡപത്തിൽ നാണം കെടുത്തിയിട്ട്. ഒരിക്കലും ഞാൻ അവളോട് ക്ഷമിക്കില്ല. എന്റെ കുടുംബം മുഴുവൻ അന്ന് തല കുരിച്ചു നിന്നത് ഞാൻ മറക്കില്ല ഒരിക്കലും. അവൾ കണ്ണൊരു തെറ്റ് പറ്റി, അതും പറഞ്ഞ് എത്ര നമ്മൾ അവളെ ക്രൂശിക്കും. ആ തെറ്റ് അവളായിട്ട് തന്നെ തിരുത്തിയില്ലേ? എന്തായാലും അതെല്ലാം മറന്ന് നമുക്ക് സന്തോഷത്തോടെ. തിരുത്തിയെന്നോ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ആലോചനായിരുന്നു കുടുംബം മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്ന്. അവൻ അവളെ ഇട്ടേച്ച് വേറൊരുത്തിയുടെ കൂടെ പോയി. അനുഭവിക്കട്ടെ. പക്ഷേ അതിന് എന്റെ ഭർത്താവിന്റെ ചെലവിൽ വന്ന് ഇവിടെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരിക്കലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല. അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോഴും ഞാൻ ഒരിക്കലും അവളെ വെറുത്തിട്ടില്ല. പിണക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ അനിയത്തിനും അവളുടെ മോളേനെ അകറ്റി നിർത്താനൊന്നും എനിക്ക് പറ്റില്ല. നിനക്ക് എത്ര അധികാരമുണ്ടോ അതുപോലെ തന്നെ അവൾക്കും. ഇപ്പോഴും മനസ്സിലായോ? മോളെ കാത്തു, ഇങ്ങനെ വേഗം കഴിക്കാതെ തൊണ്ടയിലിരിക്കും. എനിക്ക് മതിയമ്മ. ഇന്റർവ്യൂ സമയത്തിന് എത്തിയില്ലെങ്കിൽ ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഓഫീസല്ലേ. ഏട്ടനത് മോശം. അതുപോലെ തന്നെ എനിക്ക് ജോബ് എങ്ങാനും കിട്ടാതെ പോയാലോ? അമ്മ, ഞാൻ പോവാണേ. ബായ്. പാവന്റെ കുട്ടി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഈ ജോലികൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ, കിടന്ന് മോങ്ങുന്നോ? എഴുന്നേക്കടി. എന്റെ വണ്ടി എവിടെ നോക്കിട്ടാടി വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിക്കാണോടി? അയ്യോ സോറി, അറിയാതെ പറ്റിപ്പോയതാ. നിർത്തണം നിന്റെ കള്ളക്കരച്ചില്. റോങ് സൈഡിൽ കൂടെ ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് വരുന്നത്. നിനക്ക് കാറ് ലൈസൻസ് തന്നത്? ലൈസൻസ് തന്നെ ഉണ്ടോ? കള്ളത്തരം കാണിക്കാൻ നിൽക്കാം. അയ്യോ സത്യമായിട്ട് പേണിച്ചിട്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഐ എം റിയലി സോറി സർ. അവളൊരു കോരി. എന്ത് ചെയ്താലും സോറി എന്നൊരു വാക്കുണ്ടല്ലോ പറയാൻ, തെറ്റ് മറയ്ക്കാൻ വേണ്ടി. ഞാൻ എങ്ങാനും തട്ടിപ്പോയിരുന്നെങ്കിൽ ഈ സോറി കൊണ്ട് എന്ത് നേടാണ് എന്റെ വീട്ടുകാർക്കുള്ളത്? ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. സാർ, സാർ. എന്താണോ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത്? എന്താ പ്രശ്നം? എന്താ കുട്ടി പ്രശ്നം?
അയ്യോ ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്റെ ഇന്റർവ്യൂ വേറെ വഴിയൊന്നുമില്ല. എന്റെ ഗുരുവായൂരപ്പ, ഒരു കള്ളത്തരം പറയാൻ പോവാ. കാത്തോണേ സാർ, എന്നോട് ക്ഷമിക്കണേ സാർ. ഈ സാറ് വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ഈ സാറ് റോങ് സൈഡ് കൂടെ വന്നത് എന്റെ തെറ്റാ. കള്ളം പറയലടി, കണ്ണുപൊട്ടി പോടി. സർ ഞാനല്ല, ഇവിടെ റോങ് സൈഡിൽ കൂടെ വന്നത്. ഷീസ് ലൈങ് സർ. ആ നോർത്ത്, രണ്ടുപേരുടെ പേര് പറ, അതുപോലെ വണ്ടിയുടെ ലൈസൻസും ബുക്കും പേപ്പറൊക്കെ എടുക്കുക. ഇന്ദ്രജിത്ത് എന്നാ എന്റെ പേര്. എന്റെ വണ്ടിയുടെ ലൈസൻസും പേപ്പറൊക്കെ. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്റെ പേര് കാർത്തിക. ഇതാ ലൈസൻസ്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ കുഞ്ഞികൃഷ്ണ? സാർ എന്റെ തെറ്റന്നെയാ സാർ, എന്നെ ശിക്ഷിച്ചോളൂ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ, അതെനിക്ക് നഷ്ടാവും. ഓ കുട്ടി കറിയാതിരിക്കൂ, ഞാൻ നോക്കട്ടെ ആരാ തെറ്റ് ചെയ്തെന്ന്. ഇവിടെ ക്യാമറ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. റിലാക്സ് മോളെ, കറിയല്ലേ. എന്നെ ശിക്ഷിച്ചോളൂ സാർ. ഈ സാറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ക്യാമറയ്ക്ക് എന്തിനാ ഞാൻ പറയുന്നുണ്ടല്ലോ സാർ. ഇന്നെനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ, അതൊക്കെ ഞാൻ കാരണം നഷ്ടപ്പെട്ടു. എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ നോക്കും സാർ? എന്നെ ശിക്ഷിച്ചോളൂ സാർ. കള്ളി കള്ളി പെരും കള്ളി. എന്ത് കള്ളാണ് പറയുന്നത്? കള്ളക്കണ്ണീരാ സാർ, കള്ളക്കണ്ണീർ. നിർത്തണോ? എന്താ അത്? ആ കൊച്ചു മാനമായിട്ട് തന്നെ സാറെന്ന് വിളിച്ച് പെരുമാറുന്നത്. ആ കുട്ടറിൽ തെറ്റുമൂലില്ല. വണ്ടി കിടക്കുന്ന കണ്ടെന്നാണ് അറിയാം. തന്നെ വണ്ടി റോങ് സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടീനെ താൻ എടി മോടി എന്നൊക്കെ വിളിക്കുന്നു. മര്യാദ പോലെ അറിയില്ല എനിക്ക്. അയ്യോ സത്യമായിട്ട് ഞാനല്ല സാർ, ഇവളാണ് റോങ് സൈഡിൽ നിന്ന് വന്നത്. സാർ ഞാൻ നുണ പറയല്ല, ഇവളാണ് നുണ. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നത് തനിക്ക് അറിഞ്ഞൂടാ. മോള് ചെല്ല്. മോളുടെ വണ്ടി ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. മോൾ അവിടെ വന്നിട്ട് പിക്ക് ചെയ്താൽ മതി. ഇന്റർവ്യൂ എന്തെങ്കിലും മിസ്സാക്കണ്ട. മോള് ചെല്ല്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. Oh God, useless. താങ്ക് യു സോ മച്ച് സാർ. കുഞ്ഞികൃഷ്ണ നീ കാത്തു. സാർ ഐ എം സോറി സാർ, വേറെ വഴിയില്ലാത്തോണ്ട് സാറിന്റെ വീട് കുറ്റിട്ടത്. എനിക്ക് പോയേ പറ്റൂ. ബൈ സാർ, പിന്നെ കാണാം. We will never meet again. I hate you. സോറി സാർ, റിയലി സോറി സാർ. ബൈ ബൈ. നീ ഒരുപാട് ചിരിക്കരുത്. ഞാൻ നിന്റെ ചേട്ടന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ മുൾമുനെ നിർത്തരുത് നീ. ടൈം എത്രയായെന്നറിയോ നിനക്ക്? എവിടെ പോയി കിടക്കുകയായിരുന്നു നീ കാർത്തു? ദേവേട്ടാ, സത്യമായിട്ടും ഞാൻ നേരത്തെ ഇറങ്ങിയതാ. പക്ഷെ വരുന്ന വഴിക്കൊരു പണി കിട്ടി, അതുകൊണ്ടാ. അല്ല, ഇന്റർവ്യൂ എന്തായി? എന്തോ നിന്റെ ഭാഗ്യം കൊണ്ട് ആ മാനേജർ ഇന്ന് വരുന്നില്ലെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ നിന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന്. അയാൾക്ക് 5 മിനിറ്റ് വൈകിയ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കല പരിപാടി. എന്തായാലും ഞാൻ തന്നെ നിന്നെ ഇന്റർവ്യൂ എടുക്കുന്നത്. കുറച്ച് ചോദ്യം ചോദിക്കും, ആൻസർ കറക്റ്റ് ആയാ നീ സെലക്റ്റഡ് ആവും. സാർ എന്നെ സെലക്ട് ചെയ്യണം സാർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് മതി. സാർ ഒരു പ്രാരാബ്ധക്കാരിയാണ്. സിംഗിൾ മദറായി ഞാൻ ഒറ്റ. എന്റെ അടുത്ത് തന്നെ നിനക്ക് ഇതുപോലത്തെ ഡയലോഗ് പറയണോ കാർത്തു? ആൻസർ എങ്ങാനും തെറ്റിപ്പോയി ഒഴിവാക്കിയല്ലോ, അതുകൊണ്ടൊരു സേഫ്റ്റിക്ക്. ആ കാലിനകത്ത് നിന്റെ ഭാഗ്യം. അങ്ങേർക്ക് എക്സ്പീരിയൻസും ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ വേണ്ടത്, അല്ലാതെ പ്രാരാബ്ദം പറയുന്നവരല്ല. ജോലി കിട്ടിയതിന്റെ സന്തോഷമൊന്നും എന്റെ മോളുടെ മുഖത്ത് കാണാനില്ലല്ലോ. എന്ത് പറ്റി മോളെ? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചെയ്ത തെറ്റിനല്ലേ ആ സാറിനെ ഞാൻ ബ്ലെയിം ചെയ്തത്. ഞാൻ സോറി പറയണമെന്ന് വിചാരിച്ചതാ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്ക് അദ്ദേഹം പോയിരുന്നു. ആളിനെ വെറുക്കുന്നുണ്ടാവൂല്ലേ ഏട്ടാ? ദേഷ്യമൊക്കെ ഉണ്ടാവും കുട്ടി. പക്ഷേ മോള് നേരിട്ട് കണ്ട ആളെടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ മാറിക്കോളും. ഒരു സോറി പറയാ. പിന്നെ എന്റെ കുട്ടി വെറുതെ ഇങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കാതെ, ഇന്നത്തെ സന്തോഷ ദിവസമല്ലേ, അത് ആഘോഷിക്കണ്ടേ നമുക്ക്? അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. അമ്മയുടെ മൈൻഡിൽ എന്തോ ഒരു പ്രശ്നം. ആജു കിടന്ന് ഉറങ്ങിക്കോളൂ. അമ്മേ, എന്താ പ്രശ്നം? ആജു തീർത്ത് തരാം. ആജുവിന്റെ അടുത്ത് പറയ്. വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ടൈം കളയാതെ ഈ നല്ല മഴ പെയ്തോണ്ടിരിക്കാം. ഈ സമയത്ത് ആജുവിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങോട്ടെ അമ്മേ. അമ്മയുടെ ഈ പ്രശ്നമൊക്കെ തീർത്ത് തരാൻ വലിയ കുട്ടിയായി ആചുട്ടി. മര്യാദയ്ക്ക് ഹോംവർക്ക് പോലും ചെയ്യാൻ അറിഞ്ഞൂടാ. ആ പെങ്കൊച്ച ഈ പറയത്തെ. കിടന്നുറങ്ങ് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങ്. നല്ല തണുപ്പല്ലേ മഴ പെയ്യുന്നത്. നമ്മളെ വീണ്ടും കണ്ടുമുട്ടി. ഓ എന്റെ കഷ്ടകാലം. ട്രാഫിക്കും തീർന്നില്ലല്ലോ. ഒന്ന് പോയാൽ മതി. ഓ തീർന്ന്. സാർ നിക്ക്, ഞാനൊന്ന് പറയട്ടെ സാർ, പ്ലീസ്. ഒന്ന് പോകണേ അവിടെ നിന്ന്. ഇങ്ങേരുത് എങ്ങോട്ടേ പോകുന്നത് സാർ? സാർ പ്ലീസ് സാർ.
ഡാൻ. രക്ഷപ്പെട്ടു. പുതിയവാര്. അയ്യോ, പോയാളുടെ ഒരു അഡ്രസ് ഇല്ലല്ലോ സാർ. അയ്യോ, ഓ, ഇന്നെങ്കിലും നേരത്തെ കാലത്ത് എഴുന്നള്ളിയല്ലോ നീ. മാനേജർ വന്നിട്ടുണ്ട്, അങ്ങനെ പോയി കണ്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല അവിടെ. മേ കം ഇൻ? യെസ്, കമേ. ഗുഡ് മോർണിംഗ് സാർ. സാർ, യെസ്. നീയോ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ എന്നെ ഇന്നാൾ ഇവിടെ വരെ എത്തി, ഓഫീസ് വരെ? നോ സാർ, സത്യമായിട്ടും ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ടാ രാവിലെ തന്നെ സാറിന്റെ കട പിന്നാലെ വന്നത്. സാർ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. സോറി സാർ. Are you talking? നീ ശരിക്കും ആരാ? I call the police. നോ സാർ, സത്യമായിട്ടല്ല. ഞാനിവിടെ വർക്ക് ചെയ്യാണ് സാർ. ഞാനിവിടുത്തെ എംപ്ലോയിയാ. സത്യമാണ് സാർ. ആരോട് വേണേലും ചോദിച്ചോക്കൂ, ന്യൂ എംപ്ലോയി ആണ് സാർ. താനപ്പോ എന്റെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണോ എന്നെ ഇന്നലെ കുടിക്കിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോന്നത്? തന്നെ പോലൊരു നുണ പറയുന്ന ഒരാള് ഒരിക്കലും എന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. Get out from here. കാർത്തികേ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്തിനു കരയുന്നേ? എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഇവിടുത്തെ മാനേജറിന്റെ വണ്ടിയില്ല ഇന്നലെ എന്റെ വണ്ടി കൊണ്ടിടിച്ചത്. ആ, നന്നായി. അങ്ങേർക്കൊരു കാരണം വേണ്ട ഒരാളെ വഴക്ക് പറയാൻ. നീ എന്തായാലും കരയാതിരിക്കും. ഞാൻ പോയി സംസാരിക്കാൻ സാറിന്റെ അടുത്ത്. മേ കമിൻ സാർ? യെസ്, കമേ. ആ, രവി എന്താ? എന്തെങ്കിലും ഫയല് തരാനാണോ വന്നത്? അതോ മീറ്റിംഗിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സാർ, അത് നമ്മുടെ പുതിയതായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയിലെ കാർത്തിക. രവി താനല്ലേ ഇന്റർവ്യൂ ചെയ്തത്? ഓക്കെ. ആ കുട്ടിയുടെ വർക്ക് എക്സ്പീരിയൻസ് എത്രയുണ്ട്? ഒരു 6 മാസം അതോ 1 ഇയർ 2 ഇയർ? അയ്യോ, പെട്ടു. എക്സ്പീരിയൻസ് ഇല്ല സാർ. ആ കുട്ടി ഒരു സിംഗിൾ മദറാ. സ്റ്റോപ്പ് ഇറ്റ് രവി. നമ്മുടെ കമ്പനി ചെറിയ കമ്പനി ഒന്നുമല്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലാതെ സിംഗിൾ മദേഴ്സും അല്ലല്ലോ. സാർ, ആ കുട്ടി ഒരു പാവാ. ഞാൻ CSRന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പെർമിഷൻ തന്നിട്ട് ഞാൻ ആ കുട്ടി അപ്പോയിന്റ്മെന്റ് ചെയ്തത്. വാട്ട് നോൺസെൻസ്. പാവപ്പെട്ടവർക്ക് ജോലി വാഗ്ദാനം ചെയ്യാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. രവി, എത്രയും പെട്ടെന്ന് ആ കുട്ടി ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വിട്ടണോ? സാർ, ആ കുട്ടി ഒരു പാവാണ് സാർ. ഒരു സിംഗിൾ മദറും കൂടിയാ. അതിന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. ആ കുട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാർ. ഇന്നലെ വന്നപ്പോ തന്നെ ഒരുപാട് വർക്ക് ആ കുട്ടി. രവി, ഉച്ചയ്ക്കുള്ള മീറ്റിംഗ് എനിക്ക് വണ്ടിയുടെ ലോഞ്ചിങ്ങിനെ പറ്റിയാ, അല്ലാതെ കാർത്തികയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും അല്ല. താൻ പോയി ആ ഫയൽ കരടിയൊക്കെ നോക്ക്. ലീവ്. എന്ത് പറ്റി ഇന്ദ്ര? മീറ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ പ്രോജക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം? താൻ ഒരുപാട് ഡള്ളായിട്ടും അതും ടെൻഷനായിട്ട് കാണുന്നുണ്ടല്ലോ. നാരായൺ, പുതിയ എംപ്ലോയി മിസ് കാർത്തികയില്ലേ? ആ കുട്ടി ഈ ജോബിന് ക്വാളിഫൈഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി പറഞ്ഞു വിടുന്നതല്ലേ നല്ലത്. ആ കുട്ടിയുടെ ബയോഡാറ്റ ഞാൻ കണ്ടതാ. ഷീസ് ക്വാളിഫൈഡ്. നല്ല മാർക്കോട് കൂടി ആ കുട്ടി പാസ്സായിരിക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ജോബ് കൊടുക്കാൻ പാടുന്ന നിർബന്ധമില്ലല്ലോ. അല്ലാത്തവർക്കും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ടേ? ഇന്ദ്ര, എന്തായാലും ഒരു 6 മാസം ആ കുട്ടിയോട് വർക്ക് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താ വേണ്ടെന്നുള്ളത്. താൻ എന്തായാലും ചെല്ലേ. 6 മാസത്തെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നൊക്കെ കൊള്ളാം. കമ്പനിക്ക് വല്ല പ്രശ്നം വന്നാൽ അതും ഏറ്റെടുക്കാൻ തയ്യാറായിക്കോണം. റിലാക്സ് ഇന്ദ്ര. കമ്പനിയിലേക്ക് പേഴ്സണൽ പ്രോബ്ലംസ് എടുക്കാതിരിക്കുന്നല്ലേ നല്ലത്. പേഴ്സണൽ പ്രോബ്ലംസ്? വാട്ട് യു മീൻ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീയും ആ കുട്ടിയായിട്ടുള്ള പ്രശ്നം രവിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഓ, അങ്ങനെയാണല്ലേ. എന്നാൽ ശരി, ഞാൻ പോണു. ഇന്ദ്ര, നിനക്കെന്താ ഇത്ര ധൃതി? മാനേജറിന്റെ കസാലയിൽ കയറി ഇരിക്കുന്നതേ ആ കസാലയ്ക്ക് ഉറപ്പിടോ നോക്കിയിട്ട് പരസ്യം കൊടുക്കാനല്ല, ജോലി ചെയ്യാനാ. അതുകൊണ്ട് എനിക്ക് പണിയുണ്ട്. ബൈ. എന്റെ CEO കസാരയ്ക്ക് പറ്റി ഞാൻ ഉറപ്പിടോ നോക്കാനാണ് ഇരിക്കുന്നത്. ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് കാണാനില്ലേ? എന്താ, ബിസിയാണോ? എന്ത് ബിസി? ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ ഡിസ്മിസ് ചെയ്തല്ലേ. ഇനി ഏതെങ്കിലും അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ ഇത് പറയാലോ വെച്ച് ചെയ്യാം. കൊള്ളാം. ഇൻ കാർ മാനുഫാക്ചർ കമ്പനിയിലെ ഒരു ദിവസം 1/2 മണിക്കൂർ ചെയ്ത എക്സ്പീരിയൻസ്. വാവ്. കളിയാക്കണ്ട, എന്നെ പറഞ്ഞു വിടാൻ വന്നതല്ലേ. ഞാൻ പോകുന്നുണ്ടായില്ല. നിന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടുന്നില്ല. ഒരു 6 മാസത്തെ ഇടവുണ്ട് നിന്റെ വർക്ക് എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാൻ. നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ
എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. ആ മാനേജർ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? അങ്ങേരെ എനിക്ക് എതിര് നിൽക്കേണ്ടതാണല്ലോ. അയ്യോ, അല്ല, അങ്ങേര് എന്റെ അടുത്ത് പ്രതികാരം വല്ലതും വീട്ടോ? അങ്ങനെ എല്ലാവരോടും പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുക, പിന്നെ നിന്നോട് മാത്രം. ഇന്ദ്രജിത് സാറ് അങ്ങനെ തന്നെയാ. അതെന്താ, ആൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? തലയ്ക്ക് അസുഖമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞതാ. അതൊരു പ്രശ്നമാണോ? വലിയ പ്രശ്നമാണല്ലോ അത്. കല്യാണം കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാരും അനുഭവിക്കുന്ന ഭാര്യമാരെ ടോർച്ചറിങ്, അതിന്റെ പ്രതികാരക്കാരെ വീട്ടുന്നത് അവരുടെ പാവ എംപ്ലോയീസിനോടായിരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ കേട്ടാതിരിക്കുന്നത്. അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ഒരു പണിയെടുക്കണി, സത്യം വിളിച്ച് പറയാൻ നിൽക്കാതെ. ആരെങ്കിലും കേട്ട എന്റെ മോനം പോയി പൊടി. താരവേട്ട, അമ്മയ്ക്ക് ജോബ് ചെയ്തു വന്ന നല്ല ക്ഷീണമുണ്ട്. എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല. താരവേട്ടൻ എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? നിനക്ക് തനിയെ പഠിച്ചോടെ? എന്തിനാ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? എനിക്ക് പഠിക്കണം. നിനക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ എപ്പോ പഠിക്കാനാ? ഒന്ന് പോയി എവിടുന്ന്? താരവേട്ടൻ എന്തിനാ അച്ചുട്ടിനെ എപ്പോഴും ചീത്ത പറയുന്നത്? താരവേട്ടന് അച്ചുട്ടിന് ഇഷ്ടല്ലേ? അച്ചുട്ടി എനിക്ക് താരവേട്ടനെ ഒരുപാട് ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? നീ പോയേ, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? ധാരോ, നിന്റെ സിസ്റ്ററിനോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് മര്യാദ പോലും നിനക്കില്ലേ? അവൾ കൊച്ചു കുട്ടിയല്ലേ, എന്താ നീ ഇങ്ങനെ? ഡാഡ് ഓൺലി സപ്പോർട്ട് ഹിയർ. ഞാൻ ഡാഡിന്റെ മോനല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും അവളെ മാത്രമേ ഡാഡിനെ കാണുള്ളൂ. ഐ ഹേറ്റ് യു. എന്ത് പറ്റി ആചുട്ടി? അവൻ പറഞ്ഞൊന്നും കണക്കിലാക്കണ്ട മോളെ, വിഷമിക്കണ്ട കേട്ടോ. മാമൻ ഇപ്പോഴും പറഞ്ഞു തരാൻ കൂടെ ഉണ്ട് കേട്ടോ. ഏതാ മോൾക്ക് മനസ്സിലാവാത്തത്? അവന് നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ. കാർത്തികേട്ടൻ എന്തിനാ ധാരാവിന് ചീത്ത പറഞ്ഞത്? ഞാൻ രണ്ടടി കൊടുത്തില്ലെന്ന് വിചാരിച്ച് നീ സമാധാനിക്കാ വേണ്ടത്. ആജമോളോട് അവൻ എങ്ങനെ സംസാരിച്ചെന്നറിയോ? ആ കുട്ടി എന്ത് കിട്ടിട്ടാ അതിനോട് എങ്ങനെ ദ്രോഹിക്കുന്നവൻ? പാവം. സ്വന്തം മകനൊഴിച്ച് ബാക്കി എല്ലാവരും നിങ്ങൾക്ക് പാവ കാർത്തികേട്ട. അവന് കൊടുക്കേണ്ട എല്ലാ അറ്റൻഷനും ആ കൊച്ചിന് കൊടുക്കുമ്പോ അവൻ എങ്ങനെയാ സഹിക്കുക? എത്രയും പെട്ടെന്ന് നിങ്ങളെ അനിയത്തിന്റെ മോളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം. എനിക്ക് എന്റെ മോന്റെ സങ്കടം അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ആ ചെറിയ ചെറുക്കിന് വേണ്ടി ഞാൻ എന്റെ അനിയത്തിനും മോളെ നിന്ന് ഇറക്കി വിടണമെന്നാണോ ഈ പറയുന്നത്? നിനക്ക് മനസാക്ഷി ഇല്ലടി? മനസാക്ഷി ഉള്ളതുകൊണ്ടാ അവളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറയാത്തത്. എന്റെ ഫ്രണ്ട് ലൂമ, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അനിയന് വേണ്ടി ഒരു പെണ്ണ് നോക്കുന്നുണ്ട്. ഞാൻ കാർത്തികയുടെ കാര്യം സൂചിപ്പിച്ചു. രണ്ടാം കെട്ട് തന്നെ ആളും. അവർക്ക് താല്പര്യമുണ്ട്. മോളെ സ്വീകരിക്കാൻ അവർ തയ്യാറാ. സ്വന്തം മോളെ പോലെ നോക്കാന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവര് വരും. പെങ്ങളെ സമ്മതിപ്പിച്ച് നിർത്തേക്ക് പെണ്ണ് കാണാൻ വേണ്ടി. സുജ, എന്റെ സിസ്റ്റർ ഒരു റോബോട്ടല്ല. നീ പറയുന്ന പോലെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് അവളുടേതായ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് മനസ്സുണ്ട് കാർത്തികേട്ട, എനിക്കും വേദനിക്കും. അതൊന്നും ആർക്കും കാണണ്ടല്ലോ. എല്ലാരും മുന്നേ നാണം കെട്ടത് ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവാഹം നടന്നിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി അവസാനിക്കുന്നത് നിങ്ങളുടെ പെങ്ങളോട് കൂടി പറഞ്ഞേക്ക്. സുജ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞെന്നുള്ളൂ മോളെ. ഒരിക്കലും അതൊന്നും കാര്യമാക്കി നീ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏട്ടത്തോടൊന്ന് സംസാരിക്കണം ഏട്ടാ. ഏട്ടത്തി, എന്താ കാർത്തിക നീ ഇവിടെ? ഏട്ടത്തി, ഞാൻ ചെയ്ത തെറ്റിന് ഏട്ടത്തി ഇപ്പോഴും എന്നോട് ക്ഷമിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഏട്ടത്തിയുടെ ക്ഷമ മേടിക്കാൻ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. ഏട്ടത്തിനെ വെറുത്തു, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ മറ്റൊരു വിവാഹത്തിന് മാത്രം നിർബന്ധിക്കില്ല ഏട്ടത്തി, പ്ലീസ്. കാർത്തിക, എനിക്ക് നിന്നോട് വെറുപ്പില്ല. പക്ഷെ ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. നീ കൈക്കുഞ്ഞുമായി ഈ പടി കയറി വന്നപ്പോൾ ഞാൻ അപ്പോഴേ ഇറക്കി വിട്ടാൻ എനിക്ക് നിന്നോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ. കാർത്തിക, ഇത് എൻ്റെയും കാർത്തികേട്ടൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാവില്ല. നിന്നെ കാണും തോറും എനിക്കെൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. എൻ്റെ അനിയൻ വേദനിച്ച് നിന്നത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല കാർത്തിക. പിന്നെ അജമോള് കാരണം, അജമോളെ ഞാൻ കുറ്റം പറയുന്നല്ല. പക്ഷെ കാർത്തികേട്ടൻ അവളോടുള്ള സ്നേഹം കാണിക്കുന്നത് ധാരം എൻ്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് കാർത്തിക? ഏട്ടത്തി, അതിന് കല്യാണം വേണ്ട. ഞാനും മോൾ ഇവിടുന്ന് പോയാൽ പോരെ. അത് ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാർത്തിക. നീ ഇവിടെ ഇറങ്ങി പോകുന്ന നിന്റെ ഭർത്താവിൻ്റെ കൈപിടിച്ച് അങ്ങേരുടെ വീട്ടിലേക്കായിരിക്കണം. എന്നാലും നിന്റെ ഏട്ടൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. ഇല്ലെങ്കിൽ
ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. നിനക്കറിയാലോ ഞാൻ എൻ്റെ ഏട്ടനെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഏട്ടത്തിൻ്റെ ഏട്ടനെ വിട്ടു പോകരുത്. ഏട്ടനെ ഒരുപാട് ഏട്ടത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏട്ടത്തി പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം, സത്യമായിട്ടും. 2 ദിവസം കഴിഞ്ഞാൽ അവർ നിന്നെ കാണാൻ വരും. തന്നോട് എപ്പോഴാണ് ഞാൻ ഈ ഫയൽ എത്തിക്കാൻ പറയുന്നത്? 11 മണിക്ക്. ഇപ്പൊ ടൈം എത്രയായി? സാറിന്റെ കയ്യിൽ വാച്ചല്ലേ? ഡോ, എനിക്ക് സമയം നോക്കാൻ അറിയാഞ്ഞിട്ടോ എൻ്റെ കയ്യിൽ വാച്ചില്ല എന്നിട്ടല്ല തന്റെ അടുത്ത് സമയം പറയുന്നത്. 11 മണിക്ക് എത്തിക്കാൻ പറഞ്ഞതാ. കൃത്യനിഷ്ഠത, പഞ്ചാലിറ്റി അതെനിക്കില്ലേ? സാർ 5 മിനിറ്റിൽ വൈകിയുള്ളൂ. 5 നിമിഷം എന്നുള്ളത് എനിക്ക് ചെറിയ കാര്യമൊന്നല്ല. തനി ഇനി ഇതുപോലെ ആവർത്തിച്ചോ തനിക്ക് അതിന് പണിഷ്മെന്റ് ഉണ്ടോ? അങ്ങേരെ വിചാരം വലിയ മാനേജർ അത്ര. ഇപ്പൊ നോക്കിയല്ലോ ഗെറ്റ് ഔട്ട് കണ്ടാലും മതി. കാട്ടുപ്രകാശത്തിന്റെ മുഖം, ഹിപ്പോപ്പൊട്ടാമസിന്റെ വായും ഇപ്പൊ തുറന്നു വരുന്നോളൂ. നീ എന്താ ഇവിടെ? മിയ, എന്താ നീ നിർത്തിക്കളഞ്ഞേ? കണ്ടിന്യൂ. മിയ, ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞോളെ. ഇവിടെ കണ്ടതും കേട്ടത് ആരോടും പറയില്ലല്ലോ അല്ലേ? നീ എന്താ വിചാരിച്ചേ? ഞാനും ഇതിന് തന്നെയാ വന്നത്. അങ്ങനെ എന്നെ പിന്നെ കിട്ടോട്ടടിച്ചത്. നിന്റെ കൂടെ ഞാനും ഉണ്ട്. നമുക്ക് 2 പേർക്കും കൂടി തീർക്കാം. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. മോളെ, അവരിത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. എന്താ അത്ര വൈകുന്നത്? അവര് വരും അമ്മേ. കാറിന്റെ ശബ്ദത്തിലേ കേൾക്കുന്നേ. അവര് വന്നെന്ന് തോന്നുന്നു. കുറച്ചേരി കാത്തിരിക്കുന്നു. അകത്തേക്ക് വരും എല്ലാരും. അമ്മേ, അവര് വന്നിട്ടോ. ഹായ് ആൻറ്റി, എൻ്റെ പേര് ഹരി. ഞാൻ ചെറിയൊരു കമ്പനി നടത്തട്ടോ. ഇതെന്റെ വൈഫ് അങ്കിത. മോളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ? ഹൗസ് വൈഫ് ആണ് ആൻറ്റി. പിന്നെ ബിസിനസ് കാര്യങ്ങൾ ഇടയ്ക്ക് നോക്കും. പിന്നെ ഞങ്ങളുടെ മോനെ ശ്രദ്ധിക്കണം. അവനിപ്പോൾ 10th-ലാണേ. മോളെ കണ്ടാ പറയില്ല കേട്ടോ 10th പഠിക്കുന്ന ഒരു മോനുണ്ടെന്നുള്ളത്. എത്ര കഴിഞ്ഞെങ്കിലും ഏട്ടത്തി ഇതുപോലെ തന്നെ ഇരിക്കും. എൻ്റെ പേര് രുദ്ര, ഹരിയുടെ അനിയനാ. ഇതെന്റെ വൈഫാണ് കേട്ടോ, ഉമ്മ. ഉമ്മേനെ ഞങ്ങൾക്ക് അറിയാലോ, സുജയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. മുന്നേക്കെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കാർത്തിക് അറിയാലോ. ഞാൻ കണ്ടിട്ടുണ്ടാവലേനെ. അപ്പോൾ സുജ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാർത്തിക് ഇതുവരെയായിട്ട് വിളിച്ചില്ലല്ലോ. ചെറുക്കനെക്കാട്ടി നിർത്തി നിനക്കാണല്ലോടി. ഞാൻ കാർത്തിക് വരുന്നു. കാർത്തിക, ഇതെൻ്റെ ഫ്രണ്ടാണ് ഉമ്മ. ഉമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ രുദ്ര. രുദ്രയുടെ ഏട്ടൻ ഹരി, ഹരിയുടെ വൈഫ് അങ്കിത. ഇതാണ് ചെറുക്കൻ, ഇവരുടെ ബ്രദർ ഇന്ദ്രജിത്ത്. ഹായ്. എൻ്റെ കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണ് നടച്ചു നോക്കിയാലോ? കണ്ണടച്ചു. സാറെന്താ ഇവിടെ? ദുർഭാഗ്യവശ തന്നെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ. ആരുടെ ദുർഭാഗ്യാണെന്ന് മനസ്സിലാവാത്തത്? സാറിന്റെ വിവാഹം കഴിഞ്ഞല്ലേ, പിന്നെ എങ്ങനെ എന്നെ? നിങ്ങളുടെ ഒരു പരിചയം ഉണ്ടല്ലോ എന്തായാലും. ഇനി നിങ്ങളായിട്ട് ഇന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. ഞങ്ങൾക്ക് മോളെ ഇഷ്ടായിട്ടോ. ഇന്ദ്ര, മോള് ചോദിച്ചുള്ള മറുപടി നീ തന്നെ പറഞ്ഞോളൂ. രണ്ടാളങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചോളൂ. മോളോ? ഇതൊക്കെ ആരാ? ആ, എന്ത് ക്യൂട്ടായി മോളെ കാണാൻ. ഈ കുട്ടി ഏതാ? എന്റെ മോളാ, അനുജ. ആജു എന്ന് വിളിക്കും. ആജു എന്നുള്ള പേര് പോലെ മോള് ക്യൂട്ടാണല്ലോ. താങ്ക് യു. ഞാൻ ഷൈ. അങ്കിളിനെ കാണാനോ സോ ഹാൻസം. ഓ, ഷൈ ആവുന്നുണ്ടോ? അങ്കിളല്ലേ മോളെ. അങ്കിൾ എന്ന് വിളിക്കരുത്, ഡാഡാന്ന് വിളിക്ക. ആവശ്യമില്ലാത്ത കുട്ടികളോട് പറയരുത്. തീരുമാനമായിട്ടില്ല. എന്നാ പോയി തീരുമാനിക്കേ. ചെല്ലേ. ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടോടും പോയി സംസാരിക്കാൻ. ഓ, ഞാൻ എന്റെ കോട്ട് പിടിച്ചേ. ഞാനിത് ഓഫീസല്ല. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ഞാൻ മൈക്ക് വല്ല തൊടുത്തോണ്ടിരട്ടെ? അല്ല, ഇവിടുന്ന് പറയുന്ന അങ്ങോട്ട് കേക്കട്ടെ. എന്താ സാർ? താനല്ലേ മൈക്ക് വേണോ ചോദിച്ചേ? വേണ്ടെന്ന് വിചാരിച്ചിട്ടാ അടുത്തേക്ക് വന്നത്.
സാർ ഇതൊക്കെ തെറ്റാണ്. അപ്പൊ സാറിന്റെ വൈഫ്? എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ ഈ മനസ്സിൽ. എൻ്റെ മോന് ജന്മം നൽകി 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വിട്ടവള് പോയത്. ഓ ഐ എം സോറി സാർ. ഒരുപാട് കേട്ടിട്ടുള്ള സോറി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവളെപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അവള്. ഇങ്ങനെ പറയുന്ന ഇവിടെ ഉണ്ടെന്നോ? അയ്യോ സാറേ, സാറിനപ്പോ ആത്മാവിനൊക്കെ കാണാൻ പറ്റുമോ ശരിക്കും? ആത്മാവോ? ഞാൻ പറഞ്ഞത് അവൾ എൻ്റെ മനസ്സിലുണ്ടെന്നാ, ഇവിടെയുണ്ട്, എൻ്റെ നെഞ്ചിലുണ്ടെന്ന്. എനിക്ക് ഈ വിവാഹത്തിനൊന്നും താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഏട്ടത്തിയുടെ ഏടത്തെയും ബന്ധത്തിന് വേണ്ടിയിട്ട് ഈ കല്യാണം തന്നെ. എന്തായാലും എൻ്റെ ഫാമിലി എനിക്ക് കണ്ടുപിടിച്ച പെൺകുട്ടികളാ. എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയ നിന്നെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ അങ്ങനെ നോണ പറയുന്ന കുട്ടിയല്ല. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നോണ പറഞ്ഞിരുന്നത്. എന്നെ വിശ്വസിക്കും സാർ. നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. നിന്റെ ഹസ്ബൻഡിന് എന്ത് പറ്റി? എന്നെപ്പോലെ തന്നെയാണോ? നിന്റെ മനസ്സിലും ആള് മാത്രമായിരിക്കില്ലേ? പിന്നെ ആ തെണ്ടി മാത്രമല്ലാതെ വേറെ ആരാ ഉണ്ടാവുന്നത്? ഒരിക്കലും എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല. അവൻ കാരണം. തെണ്ടിനൊക്കെ നല്ല പേര് തന്നെയാ. എന്താ ശരിക്കും നിങ്ങൾ തമ്മിൽ പ്രശ്നം? എന്റെ വീട്ടുകാരെ വാക്ക് കേൾക്കാതെ ആ തെണ്ടിയുടെ കൂടെ ഒളിച്ചോടിയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് കാര്യങ്ങളാ. എന്റെ അവസാനം അവന്റെ ഒരു രോഗം പറഞ്ഞ് അവനെ നിട്ടേച്ചു പോയി. വലിയ അസുഖം വലുതായിരുന്നു. തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അയാൾ പിരിഞ്ഞു പോയത്. തനിക്ക് വിഷമം തോന്നുന്നുണ്ടാച്ചിട്ട്. വലിയ അസുഖ ലവ് സിക്ക്. അത് പുതിയ വല്ല രോഗമാണോ? എനിക്കറിയില്ലല്ലോ. പ്രേമരോഗം, അതാ അവന്റെ രോഗം ഉണ്ടായിരുന്നത്. ലവ് സിക്ക് തേണ്ടി. എനിക്കൊരു കൊച്ചിനായപ്പോ എന്നോട് പ്രണയമല്ല വേറൊരുത്തിയോടെ ഉള്ളത്. അവനെ ഞെട്ടിച്ചു പോയി. എനിക്കതല്ലേ സങ്കടം. അവന് വേണ്ടി ഇറങ്ങി പോന്നപ്പോ എൻ്റെ അച്ഛൻ്റെ ജീവനാ ഞാൻ കാരണം നഷ്ടപ്പെട്ടത്. അതിനാ ദൈവം തന്ന ശിക്ഷയാ എനിക്കിത്. തനിക്ക് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. പക്ഷേ ഇത് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്തും. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് കല്യാണം കഴിച്ചാലോ? ഒരു കാര്യം ചെയ്യാം. താൻ നന്നായിട്ട് നുണ പറയുന്ന ആളല്ലേ, അതുകൊണ്ട് നുണയൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി നമ്മുടെ വിവാഹ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് കുറച്ച് നാൾ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. താൻ എന്ത് പറയുന്നു? അയ്യോ സാർ, എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ നുണ പറയില്ല സാർ. പ്ലീസ് ബിലീവ് മീ. സോറി, ഐ ഡോണ്ട് ബിലീവ് യു. തനിക്ക് 6 മാസം കഴിഞ്ഞാലും ആ ജോബിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലെങ്കിൽ താൻ വിവാഹത്തിന് സമ്മതിക്കണ്ട. ആഗ്രഹം ഉണ്ടെങ്കിൽ സമ്മതിച്ചേക്ക്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? അതെ, ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. ബ്ലാക്ക് മെയിലിംഗ് എന്നോട്? എപ്പോഴാണ് കല്യാണം നടത്തുന്നത്? എങ്ങനെയാ? നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ പോരെ? പിന്നെ ഓഫീസിൽ ആരും അറിയണ്ടല്ലോ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതി പറഞ്ഞാൽ മനസ്സിലാവും കുട്ടിക്ക്. കുറച്ചും തവണ പറയുന്നേ ഉള്ളൂ. കോണ്ടാമൃഗം, കാട്ടുപോത്ത്, ഹിപ്പോപ്പൊട്ടാമസ്, മോരപ്പട്ടി, മോരയോന്ത്. ഒരുപാട് പേരിട ചടങ്ങ് കഴിഞ്ഞു എനിക്ക്. ഇനി ബാക്കി പിന്നെ പേരിടാം. അവരോട് പോയി വിവരം പറയാം. അയ്യോ, ഇങ്ങേർക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ? ആദ്യം മോള് വീട്ടിൽ വന്നു കഴിഞ്ഞാലേ കളിക്കാനൊരു ചേട്ടനെ കിട്ടും. 10ാം ക്ലാസ്സിൽ പഠിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിക്കളി മാറാത്ത ചെറുക്കാൻ അവനെപ്പോഴും. 10ലല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും വലുതായ നമ്മുടെ മനസ്സിലില്ലേ ഒരു ചെറിയ കുട്ടിത്തം. പിന്നെ പിള്ളേരെ പറയണോ? ദേ, ഇന്ദ്രയും കാർത്തിക്കും വരുന്നുണ്ട് കേട്ടോ. ഇന്ദ്ര, എന്താ നിന്റെ തീരുമാനം? സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്തില്ലേ? നിങ്ങക്ക് ഇഷ്ടാണോ? ഞങ്ങൾക്ക് സമ്മത ഈ വിവാഹത്തിന്. സത്യനോട് നീ പറയുന്നേ? വാ മോളെ കാർത്തു, ശരിക്കും മോൾക്ക് സമ്മതാണോ? അതെ, എനിക്ക് സമ്മതാണമ്മേ. എന്റെ ഇന്ദ്ര, ഈ നല്ല വിഷയം നിനക്ക് ചിരിച്ചിട്ട് പറഞ്ഞൂടെ? നീ ഇങ്ങനെ ചിരിക്കാതിരുന്ന നിന്റെ പല്ലിന് തന്നെ നിന്നോട് വിരോധം തോന്നൂടാ. അവന് കളിയാക്കാതിരിക്കുന്നുണ്ട് ഏട്ടാ. എന്തായാലും അവൻ വിവാഹത്തിന് സമ്മതിച്ചില്ലേ? ഈ സുന്ദരി കാർത്തിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക്, അതോടൊപ്പം തന്നെ ഈ കൊച്ചു സുന്ദരി ആജുക്കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക്. ആജുട്ടിക്ക് ഡാഡിയെ കിട്ടിയില്ലേ? നല്ല handsome daddy. അല്ലേ അമ്മ? ഇവിടെ നമ്മൾ മാത്രല്ലല്ലോ, ഏട്ടന്റെ അടുത്തുമൊന്നും വന്നില്ലല്ലോ. അവരെവിടെ പോയി? ഇവിടെ ഞാനും എന്റെ മോനും മാത്രമേ താമസിക്കുന്നത്. അവരിവിടെയല്ലേ താമസിക്കുന്നത്. ഞാൻ എന്റെ മോനെ വിളിക്കാം. ഇഷാൻ. ഡാഡ്, എന്നെ വിളിച്ചോ? എന്താ കാര്യം? ഇഷാൻ, ഇതെന്റെ വൈഫ് കാർത്തിക. ഇത് ഞങ്ങളുടെ മകൾ അനുജ. ആജു, നിന്റെ അനിയത്തിയും കൂടി അവള്. Dad, I already told you I don't interest in this topic. I don't want mom and sister. ഇഷാൻ, മോനെ നിക്ക്. കാർത്തിക, അവൻ പറയുന്ന കേട്ടല്ലോ. അവന് തന്നോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അധികം അടിക്കാൻ ശ്രമിക്കണ്ട. അതാ നിങ്ങളുടെ 2 പേരുടെ റൂം.
പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോളൂ, ക്ഷീണം ഉണ്ടാവും. ഡാഡ ഞങ്ങളോടൊപ്പം കിടക്കാൻ വരുന്നില്ലേ? ഡാഡിക്ക് കുറേ വർക്കുണ്ട്. മോളിപ്പോൾ തൽക്കാലം പോയി കിടക്കും അമ്മയുടെ കൂടെ. ഡാഡ നാളെ മോളുടെ കൂടെ കളിക്കാനും വർത്താനം പറയാതിരിക്കുക കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡ. ആചുട്ടി ഉറക്കം വരുന്നില്ലയോ? ഡാഡ ഒരുപാട് ഏൻസ് ആണല്ലേ അമ്മ. ഡാഡ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആചുട്ടിക്ക് ഡാഡിയെ കിട്ടിയപ്പം അമ്മയെ വേണ്ടേ? ഡാഡി എന്റെ ഏൻസൻ ഡാഡി, അമ്മ എന്റെ സാരി അമ്മ. അമ്മ, അച്ഛത്തിക്ക് സ്കൂളിൽ പോകുമ്പോ സങ്കടം വരുമായിരുന്നു. ഡാഡി ഇല്ലാത്തോണ്ട് എല്ലാവരും കളിയാക്കും. എല്ലാവരുടെയും ഡാഡി അമ്മയൊക്കെ ഒരുമിച്ച് വരുമ്പോ അച്ഛക്ക് സങ്കടം വരും. പക്ഷെ ഇപ്പൊ അച്ഛത്തിക്കുണ്ടല്ലോ ഡാഡി അമ്മയൊക്കെ. ഇനി നിങ്ങൾ രണ്ടുപേരും എന്നെ സ്കൂളിൽ കൊണ്ടുവന്നാക്കില്ലേ? മമ്മ എന്ത് പറ്റി? മോളെ ആജു എന്താ ഡാഡിയെ കുറിച്ച് ഒരിക്കൽ പോലും അമ്മയുടെ അടുത്ത് ചോദിക്കാതിരുന്നത്? ഡാഡിയെ കുറിച്ച് അമ്മായി അമ്മയോട് പറയുമ്പോ അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആചുട്ടി ചോദിച്ചു കഴിഞ്ഞാ അമ്മ വീണ്ടും സങ്കടപ്പെടല്ലേ, അതുകൊണ്ടാ. ആജു മോളെ ക്ഷമിക്കും മോളെ. അമ്മ മോളുടെ സങ്കടം കണ്ടില്ലല്ലോ. അമ്മയുടെ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിരുന്നല്ലേ. അമ്മ കരയണ്ട അമ്മ. അച്ഛത്തിക്ക് ഇപ്പൊ വിഷമല്ല. ഡാഡി എന്നെ കിട്ടിയില്ലേ? ഡാഡി കിട്ടി. ഇനി മോളുടെ കൂടെ എന്നും ഡാഡി ഉണ്ടാവും. മോൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. കാർത്തിക, ഈ വിവാഹം വീട്ടുകാർക്ക് വേണ്ടിയാണ്. താൻ ഒരിക്കലും മറക്കരുത്. എനിക്ക് തന്നോട് ഒരിക്കലും ഫീലിങ്സ് ഉണ്ടാവില്ല. ഒരു ഭർത്താവെന്ന രീതിയിൽ താൻ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ലവ് ക്യാരി മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അജുമോൾക്ക് ഞാൻ എന്നൊരു നല്ല ഡാഡിയായിരിക്കും. Oh my god, scary lady. ഇഷാൻ എന്തായി പറഞ്ഞു പോകുന്നേ? സ്കാരി ലേഡിയോ? അയ്യോ, ഉറക്കത്തിൽ എണീറ്റ് വന്നു. അയ്യേ, ഞാൻ കാർത്തിക, താൻ എന്താ ചെയ്യുന്നത്? മാറി നിൽക്ക്. ഈശാനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയോളാം. താൻ ഉണ്ടാക്കാൻ കഴിക്കില്ല. സാർ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ അത്ര വലിയ ഷെഫൊന്നും അല്ലെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം. തനിക്ക് പാചകം അറിയാമെങ്കിലും മാറി നിന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാ സാർ തന്നെ ഉണ്ടാക്കിക്കോളൂ. സാർ, ഞാനെന്തെങ്കിലും സഹായം ചെയ്യണോ? 6 മാസം കഴിഞ്ഞാലും തനിക്ക് കമ്പനിയിൽ ജോലി ചെയ്യണോ? അയ്യോ വേണം, ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ എന്ത് പറഞ്ഞാലും ജോലി കയറിയിട്ടാണല്ലോ പിടുത്തം. ഈ ഫൈനൽ ടച്ച് കൂടി ആയി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു. താൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഞാൻ അറിയട്ടെ സാറിന്റെ കൈപ്പുണ്യം. എങ്ങനെയുണ്ട്? നന്നായിട്ടല്ലേ? എന്തോന്നത് ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ വലിയ ഷെഫാന്നാ വിചാരിച്ചത്. ഓയെ വെക്കാൻ കൊള്ളില്ലല്ലോ. പാവ എന്റെ ഈശൻ, ഇത് തിന്നിട്ട് അവൻ ഇപ്പോഴും ജീവനോടുണ്ടല്ലോ. ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ മതി. ഇനി എന്റെ ഇഷാമോനുള്ളതാ. അയ്യോ, ഒരു കഷ്ണം കൊണ്ട് തന്നെ മതിയായി. ഇങ്ങനോട് വല്ലതും പറയാൻ നിന്ന് എന്റെ 6 മാസത്തിൽ കയറി പിടിക്കും. അല്ല സാർ, ഈശാമോൻ എന്നും ഭക്ഷണം കഴിച്ചിട്ട് പോവാറുണ്ടോ? അവൻ എന്റെ ഭക്ഷണം ഒരു പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കും. എന്തുകൊണ്ടാന്നറിയില്ല, അവൻ കഴിക്കലില്ല. പിന്നെ ഏട്ടത്തി ഫുഡ് കൊണ്ടുവരും. ബെസ്റ്റ്. സാറുണ്ടാക്കണ ഭക്ഷണം സാർ എന്നെ കഴിച്ചു നോക്കിയിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഇത് വേസ്റ്റ് ആയി പോകുന്ന ആലോചിക്കുമ്പോഴാ പട്ടിക്ക് ഇട്ട് കൊടുക്കുക. അയ്യോ പട്ടി, ആ പട്ടിയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. ഗുഡ് മോർണിംഗ് ഡാഡാ. അമ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആജുട്ടി. ആചുട്ടി നേരം വൈകിട്ടാണല്ലോ എണീറ്റത്. എന്താ സ്കൂളിൽ പോകാൻ മടിയാണോ? നേരം വൈകിയില്ലേ ഇപ്പോ? എനിക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. ഡാഡ അജുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കി തരുമോ? അതിനെന്താ, ഡാഡ മോളോട്ടിനെ കൊണ്ടുവന്നാക്കി തരാം. ആജുവിന്റെ ഈശാനെയും കൊണ്ടുപോകുന്നില്ലേ? ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. ഇനിയും കൊണ്ടുപോവോ? വീണ്ടും സ്കൂളിൽ പോയി പഠിക്കാൻ പോവാണോ? അല്ല, ഓഫീസിലേക്ക്. അയ്യോ, അധികം ബുദ്ധിമുട്ടണ്ട. ബസ് പിടിച്ചങ്ങ് വന്നാൽ മതി. ഇന്ദ്ര സാർ എന്താ എന്നെ എങ്ങനെ നോക്കുന്നേ? എനിക്ക് ഇത്രയും സൗന്ദര്യക്കൂടുതലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരു മുതല്. എടോ,
കാർത്തിക് എവിടെ? ഞാനൊരു ഫയൽ ഇന്ന് രാവിലെ 10:30 എത്തിക്കാൻ പറഞ്ഞതാ, ഇപ്പൊ 11 ആയി. കാർത്തിക വന്നിട്ടില്ല സർ. വാട്ട് നോൺസെൻസ്! ആ കുട്ടി ഇതുവരെയായിട്ട് എത്തിയില്ലേ? ഒരു ജോലി പറഞ്ഞത് കൃത്യസമയത്ത് ചെയ്ത് തീർക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല ആ കുട്ടിക്ക്. അതിനെങ്ങനെയാ അതിന് പറയുന്നത്? എന്തിനാ തന്നെയൊക്കെ പറഞ്ഞാൽ പോരെ? എക്സ്പീരിയൻസ് പോലും നോക്കാതെ കുടുംബ ചരിത്രം നോക്കി ജോലിക്കെടുത്ത. സർ പ്ലീസ് സർ, എനിക്ക് സാറിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വയ്യ സർ. ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി ആവർത്തിക്കത്തില്ല. ഈ പെണ്ണിതെന്ത് എത്ര നേരമായി. ഗെറ്റ് ഔട്ട്, ഇഡിയറ്റ്, യൂസ്ലെസ്. ഗുഡ് മോർണിംഗ് സാർ. മിസ് കാർത്തിക. മിസ്സല്ല മിസ്സസ്. അതിനിവിടെ പ്രസക്തിയില്ല. തനിക്ക് വേണ്ടി ഓഫീസ് ഷെഡ്യൂൾ ആരെങ്കിലും മാറ്റി തന്നിട്ടുണ്ടോ? 11:30 തനിക്ക് ഓഫീസ് ടൈം. തന്നോട് ഷാർപ്പ് 10 ഞാനൊരു ഫയൽ എൻ്റെ ടേബിളിൽ എത്തിക്കാൻ പറഞ്ഞതാ. ഇതുവരെയായിട്ട് അത് കണ്ടില്ലല്ലോ. സോറി സാർ, ഇത് ഫസ്റ്റ് ടൈം അല്ലേ, എന്നോട് ക്ഷമിക്കണം സാർ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ ഓഫീസിൽ. അങ്ങേര് പറഞ്ഞു ബസ്സും പിടിച്ച് പോവാൻ. ബസ് കാത്തുനിന്ന് ടൈം വൈകി സാർ. ബസ്സൊക്കെ പിടിച്ച് വരുമ്പോൾ വൈകല്ലേ? കുറ്റം എൻ്റെയല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെയാ. പഞ്ച്വാലിറ്റി റെസ്പോൺസിബിലിറ്റി തനിക്കില്ല. താൻ എന്തിനാ തൻ്റെ ഹസ്ബൻഡിനെ കുറ്റം പറയുന്നത്? തനിക്ക് മര്യാദയ്ക്കൊന്നും ചെയ്യാൻ അറിയില്ല. ആ ഫയൽ വേഗം എത്തിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ 6 മാസം. എൻ്റെ പൊന്ന് സാറേ, ഒന്ന് നിർത്തുന്നുണ്ടോ? 6 മാസം ആൾക്കാർ കേട്ട വേറെ വല്ലതും വിചാരിക്കും. ഞാൻ പോയി ഫയൽ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാലുണ്ട് 6 മാസം. ഇഷാൻ ഒന്ന് നിൽക്കും ഇഷാൻ. എന്ത് വേണം? എനിക്ക് പഠിക്കാനുണ്ട്. ഇഷാൻ മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇത് ഞാനുണ്ടാക്കിയ കേക്കാ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നന്നായിരിക്കും. എനിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ട് എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുതെന്ന്. എനിക്ക് പഠിക്കാനുണ്ട്. പ്ലീസ് ലീവ് മീ അലോൺ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഇഷാനിട്ട് വേണ്ട. ഇനിയിപ്പോ ഞാൻ തന്നെ കഴിക്കാം. കഴിച്ചോ, എനിക്കെന്താ. എന്തൊരു ടേസ്റ്റാ. എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ട് കഴിക്കുന്നുണ്ടല്ലേ? ശരിക്കും എന്നോട് ഒരു ഇഷ്ടമല്ല. എന്തങ്ങനെ നോക്കട്ടെ? തരുന്നോണ്ട് എനിക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ. ഇഷാൻ കൺട്രോൾ. കൊതിയുണ്ടെന്ന് കാണിക്കില്ല ഇഷാൻ, നാണം കേട്ട്. വേണമെങ്കിൽ തരാട്ടോ. എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും വേണ്ട. എനിക്ക് ബിസ്ക്കറ്റ് ഉണ്ട് കഴിക്കാൻ, ഞാൻ അത് കഴിച്ചോളാം. നിങ്ങൾ എന്റെ അമ്മയാവാൻ ഒരിക്കലും ശ്രമിക്കണ്ട, ആകാനും കഴിയില്ല. ഞാനൊന്നുമില്ല കളിക്കാൻ, എനിക്ക് പഠിക്കാനുണ്ട്. നീ പോയി എന്റെ അടുത്തുനിന്ന്. ആച്ചൂസിന്റെ ഒപ്പം കളിക്കാൻ അമ്മയില്ലേ? എന്നാടി പെണ്ണേ, അവരൊക്കെ വലിയ ചേട്ടന്മാരല്ലേ, പഠിക്കാൻ ഒരുപാടില്ലേ. അതുകൊണ്ടാ മോളുടെ ഒപ്പം കളിക്കാത്ത, അല്ലാതെ മോളെ ഇഷ്ടമില്ലാണ്ടല്ല. മമ്മയുടെ കയ്യിൽ നോക്കി എടുത്ത് കളിച്ച് പിണങ്ങാതെ. പഠിക്കലൊക്കെ കഴിഞ്ഞ ഈശ്വരൻ എന്റെ കൂടെ കളിക്കും അമ്മേ. ഉറപ്പായിട്ട് കളിക്കും. മോളിപ്പോ അമ്മയുടെ ഒപ്പം കളിക്ക്. ഈശ്വരന്റെ പഠിത്തമൊക്കെ കഴിയട്ടെ കേട്ടോ. എനിക്ക് ഈശ്വരനെ ഒരുപാട് ഇഷ്ടം. ഞാനും ഈശ്വരനും അമ്മയും അച്ഛനും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. അതൊക്കെ ഒരു ദിവസം നടക്കും എന്റെ പൊന്നാജോസേ. ഞാനില്ല കളിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞത് ശരിയല്ല. ഈശ്വരന് എന്നെ ഇഷ്ടമല്ല. ഹായ്, ഈശ്വരന്റെ കയ്യിൽ ഫോട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് എന്റെ മമ്മയാ. നിന്റെ മമ്മയെക്കാട്ടും ഏറ്റവും സുന്ദരി എന്റെ മമ്മ. എനിക്ക് ആ ഫോട്ടോ ഒന്ന് നോക്കാൻ തരോ? നല്ല രസമുണ്ട് കാണാൻ. ഞാനും കണ്ടോട്ടെ ആന്റീനെ? തരില്ല, എന്റെ മമ്മയാ. എന്റെ മമ്മയുടെ ഫോട്ടോ ഞാൻ ആർക്കും കൊടുക്കില്ല. അയ്യോ, ഫോട്ടോന്റെ മീത് ഗ്ലാസ് വീണ് പൊട്ടിയല്ലോ. ഈശാൻ, എന്താ അവിടെ ശബ്ദം? നീ എന്താ ചെയ്തത്? ഈശാൻ, ഈശാൻ. ആ ആചുട്ടി, അനു, അനാമിക, ഈ ഫോട്ടോ എങ്ങനെ പൊട്ടിയത്? അജുസ്, അജുസ് എങ്ങനെ ഫോട്ടോ പൊട്ടിയത്? ചോദിച്ചു കേട്ടില്ലേ ആരാ പൊട്ടിച്ചത്? നീ ഇപ്പൊ എന്തിനാ ഈ ഫോട്ടോ എടുത്തത്? എന്തിനാ
അത് പൊട്ടിച്ച്. കുട്ടികളാകുമ്പോൾ കുറുമ്പ് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര വേണ്ടപ്പെട്ടത് എനിക്കിതൊന്നും അറിയാം. നിനക്ക് തകർന്നു പോയത് എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോരുത് നീ.